നമ്മുടെ ഫൈനൽ വീക്കാണ്. ഫൈനൽ വീക്കിൽ നമ്മുടെ പ്രസന്റേഷൻ നടക്കുകയാണ്. പ്രസന്റേഷനകത്ത് ഞങ്ങളുടെ പ്രസന്റേഷൻ ഉണ്ട് കണ്ടോ, ഇഷ്ടംപോലെ സാധനം. ഫാനൊക്കെ കറങ്ങും, സാറൊക്കെ ഫാനായിട്ട് ഇങ്ങനെ ഉപയോഗിക്കുന്നത്. പിന്നെ ആൻ്റണി ഉണ്ട്, ഉണ്ട്. ഞങ്ങളുടെ പ്രസന്റേഷൻ ഇപ്പോൾ വർക്കിംഗ് ആണ്. ഇപ്പോൾ പ്രസന്റേഷൻ നടക്കുകയാണ്. ഇവരുടെയൊക്കെ പ്രസന്റേഷൻ കഴിഞ്ഞു, കുട്ടിയുടെ ജീവൻ്റെ ഒക്കെ. ആൻഡ് സാലിനിവസ് അവിടെ ഇരിക്കുന്നുണ്ടോ, സൂമിനാവണില്ല, ഫ്രണ്ട് ക്യാമറയ്ക്ക് സൂമില്ല, അതാണ് ഇപ്പോൾ മനസ്സിലാക്കിയത്. അപ്പോൾ ഫൈനൽ വീക്ക് മെമ്മറബിൾ ആക്കാൻ വേണ്ടിയിട്ട് കുറേ കണ്ടന്റ്സ് വേണം. ഇവരവിടെ ഷർട്ട് ഡിസ്കസ് ചെയ്യണം, ഷർട്ടും വീഡിയോയ്ക്കുള്ള സാധനങ്ങൾ ഡിസ്കസ് ചെയ്തോണ്ടിരിക്കാം. പിന്നെ മറ്റേ പൊക്കിക്ക് ഇങ്ങനെ വയറുണ്ടാവാൻ പാടില്ല. എന്നാ ഞാൻ അവരുടെ ഷർട്ടിന്റെ മേളിൽ ഞാൻ സിക്സ് പാക്ക് ആയി. പക്ഷെ എന്നാ ചെയ്യുന്ന പ്രിൻസിപ്പൾ വിളിക്കാൻ പോയിരുന്നു. പക്ഷെ പ്രിൻസിപ്പൾ വിളിച്ചിട്ട് പ്രിൻസിപ്പൾ എടുക്കുന്നില്ല. പ്രിൻസിപ്പൾ ഇവിടെ ഏരിയക്കാരുടെ ഫെയർവെൽ വന്നിരിക്കുക. അപ്പുറത്ത് ഗേൾസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ഇപ്പുറത്ത് ഞങ്ങൾ ചില്ല് ചെയ്യുക. ജീവേട്ടൻ പുറത്ത് ഷൂ ഒക്കെ മേടിക്കാൻ പോയി. വെള്ള ഷൂ കിട്ടി, കറക്റ്റ് സൈസ് ആൻഡ് പാൻറ്റ് ശരിയാക്കി. പൈസരാജ് 1 പീസ് കാണുന്നു, ഉറങ്ങിക്കൊണ്ട് 1 പീസ് കാണുന്നു. എന്നാണ്ടൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ളവർ എഡിറ്റിംഗ് വർക്കിംഗ് നാളെ ഒന്ന് ഗംഭീരമാക്കാൻ വേണ്ടിയിട്ട് എഡിറ്റിംഗ് വർക്ക് ചെയ്യണം. ജൂഡിത്ത് പോയി അവിടെ ഉണ്ടായിരുന്നു, ഞാൻ കാണിച്ചു തരാം. സൂമിൻ ചെയ്യാൻ പറ്റില്ല, ഫ്രണ്ട് ക്യാമറ സൂമിനില്ല. ഓക്കെ, അപ്പോൾ ബാൻഡിന് വേണ്ടി നാളത്തെ പരിപാടി സെറ്റപ്പ് ആക്കണം. അതാണ് നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ്. വൈകിട്ട് ഡെക്കറേഷൻ പരിപാടി ഉണ്ട്, അതിൻ്റെ ബ്ലോഗ് പിന്നീട് വരാം. റിയാബായി നമ്മുടെ അവാർഡിൻ്റെ എന്താണ്ട് സാധനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രശ്നമാണ് ഫുൾ. അവാർഡ് നാളെ അറിയാം. എല്ലാവരും ഫെയർവെൽ പണിയില്ല. സുനിബൈ ആണ് മെയിൻ എഡിറ്റർ. ഇവൻ ഇപ്പോഴും 1 പീസ് കണ്ടോണ്ടിരിക്കുക, തീർന്നില്ല ഇതായിട്ട്. അവൻ ഉറങ്ങിപ്പോയി, അവൻ കണ്ണടച്ച കണ്ണ്. എന്തായിരിക്കും ഉദ്ദേശിച്ചേ? നീ ഇട് പ്ലീസ്, എനിക്ക് കണ്ടന്റ് വേണം. വിശ്വയുടെ ആരോണ്, വിശ്വയുടെ സ്വന്തം ഒരാളാണ്. വിശ്വയുടെ മാത്രം ഒരാള്. ആരാന്ന് പറ. ആ ചിരി കണ്ടോ, ആ കിടപ്പുണ്ടോ, കണ്ടോ? ഒരാള് എനിക്ക് രാത്രി മാത്രം കാണുന്ന ഒരാള് അല്ലേ? എനിക്ക് രാത്രി മാത്രം കാണുന്ന ആള്. അങ്ങനെ അറിയാനേ? 10-ലോ 12-ലോ പഠിക്കുമ്പോ ബസ്സിൽ പോവാ. പേര് പറയാം എനിക്കറിയത്തില്ല. അല്ല, ഇവൾമാരാരാ? എനിക്ക് ഡൗട്ടുണ്ട്. പൈസ നിഷ്കളങ്കന, പൈസ ഒരു പൈസയായി പോയി. അതെ, ഞാൻ പറഞ്ഞു കൊടുക്കണം. അലീറ്റ പറഞ്ഞു കൊടുക്ക. വെള്ളം കുടിക്കുകയാണ്. ഞാനൊന്ന് പോയി കിടന്നുറങ്ങണം. നാളത്തെ പരിപാടിയുടെ പ്രിപ്പറേഷന് വേണ്ടി ഡാൻസ് ഉണ്ട്. ഡാൻസ് പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര കഠിനമായ ഡാൻസ് പ്രാക്ടീസാണ്, കാണാം. ഡാൻസ് പ്രാക്ടീസിൻ്റെ ഫൈനൽ പ്രാക്ടീസ് പരിപാടി ഫെയർവെലാണ്. അതെ, അല്ല 3-ാം തീയതി ഉണ്ട്. ആ സമയം സെറ്റ് ആകാം. അപ്പോൾ ഡാൻസിൻ്റെ വീഡിയോസ് ഇപ്പം ഇറക്കാൻ ചാൻസ് കുറവാണ്. നമുക്ക് നാളെ ഇറക്കാം. ഓക്കെ, ഞാൻ വ്ളോഗ് എടുത്തോണ്ടിരിക്കുക. എന്തെങ്കിലും പറയണ്ടോ? ഞാൻ വൈകിട്ട് വാഴക്കത്തിടാം. സ്റ്റേ ട്യൂൺ. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് പോകുമ്പോൾ നമ്മുടെ ജോസിൻ്റെ പോയി ഇവിടെ ഫോൺ കുത്തിയിരിക്കുക. എപ്പോഴും ഫോണിലാട്ടോ, പക്ഷെ ഫോൺ എഡിക്റ്റ് അല്ല കേട്ടോ. ഓക്കെ, ഇനി അക്ഷരെ തുള്ളിച്ചാടി പോവോ?
ഓക്കെ. അവസാനത്തെ മഴയും കിട്ടിയിരിക്കുന്നു. എൻജോയ് ചെയ്യുന്ന മഴ. പറ. അവസാനത്തെ മഴ എൻജോയ് ചെയ്യാണ്. ഞാനിപ്പോ വരില്ല. സീറിനെ എന്തെങ്കിലും പറ. അപ്പൊ ഞാൻ അവളുടെ ഫസ്റ്റ് കോറപ്പായിരുന്നു, അറിയാവോ? ഇവളും ഞാനും ഭയങ്കര ബോണ്ടിങ് ആണ് അല്ലേ? അതെ. ആണോയോ? മൊത്തം സഹായമായിട്ട് പോസ്റ്റായിട്ട് നിൽക്കുന്ന ജോസിന. ജോസിനയുടെ ക്യൂട്ടിച്ചിരിക്കണ്ടോ ശരിക്കും ജോസിനെ? നാണേ അവിടെ ഭയങ്കര ഡാൻസ്. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞാൽ ഇത് ഞാൻ ബാക്കി ഫുഡ് തന്നെ പൊതിഞ്ഞ് വീട്ടിൽ കൊണ്ടുപോകും. ആഹാ. യേസിൻ്റെ ഫെയർവെൽ നടക്കുവാണ്. പ്രിയബയ ഉണ്ട് ഇവിടെ പാട്ട് പാടിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ വായി നോക്കാൻ വേണ്ടിയിട്ട് പ്രിയയ്ക്കൊരു കൂട്ടായിട്ട് നമ്മൾ ജീവേട്ടനെ വിളിക്കുന്നു. ജീവേട്ടൻ വരുന്നു, കണ്ടോ ആ ഒരു കോൺഫിഡൻസ് കണ്ടോ? വലിച്ച ശരി. ഭാവന്തി മോനെ, ഞങ്ങളുടെ ആവശ്യത്തിന് വീഡിയോ ഒക്കെ നീ എടുത്ത് തന്നിട്ടുണ്ട്. ഓ താങ്ക്സ്. ഞാനിപ്പോ തലയിൽ തുണിയിട്ട് നടക്കേണ്ട അവസ്ഥ. റിയ വിൻസെന്റ് നമ്മുടെ ആഗസ്റ്റ് ബീച്ചിയുടെ കണ്ണാടി പൊട്ടിച്ചു. കണ്ണാടി കൊണ്ട് പൊട്ടിച്ചു. എന്തെങ്കിലും പറയാനുണ്ടോ? പൈസ കൊടുക്ക്. പോയി പോയി. ആ റിയ ഇളകി. ഇവന് ഇങ്ങനെയാണോ വീഡിയോ ക്യാപ്ചർ ചെയ്യുന്നത്? നാളെ നീ ചാവും. നാളെ നീ ഇതിന് കരയും. അതെ കരയും. ഇത് ലിജോടെ വാക്കാം. ഇത് ലിജോടെ വാക്കാം. ഇവന്റെ പിന്നെ അല്ലാണ്ട് നാളെ വീഡിയോ കണ്ടോ? നീ കരയും. നീ കരയും. നീ ചെയ്തതിന് നീ കരയും. കരയിപ്പിക്കും. നാളെ റിയ കരയും.